നിങ്ങളുടെ പ്രതീക്ഷകളെ വളച്ചൊടിക്കുന്ന പ്രണയക്കുരുക്ക്, ഒരു പ്രണയ രീതി, അത് തിരിച്ചറിയാതെ പോകരുത്. അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് നമ്മുടെ ജീവിതം നിരാശയിലേക്ക് കൂപ്പുകുത്തി വീഴാതിരിക്കാൻ ഏറെ ഉപകാരപ്രദമായിരിക്കും. നിങ്ങൾ മാത്രമായിരിക്കും അതിലെ വികാരങ്ങളെ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്, ഇമോഷണൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പരിശ്രമിക്കുന്നത്, കാണാൻ, മിണ്ടാൻ, എല്ലാത്തിനും നിങ്ങൾ മാത്രമായിരിക്കും എഫേർട്ട് എടുക്കുന്നത്. അത് ബ്രെഡ് ക്രംബിംഗ് എന്ന് പറയുന്ന ഒരു രീതി തന്നെയാണ്. അതായത് വളരെ മിനിമൽ ആയിട്ടുള്ള ഒരു എഫേർട്ട് മാത്രമേ നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കുന്നുണ്ടാവുള്ളൂ. നിങ്ങളെ ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് പിടിച്ചു നിർത്താൻ പാകത്തിന് മാത്രമേ മെസ്സേജ് അയക്കുന്നുണ്ടാവുള്ളൂ. നിങ്ങൾക്ക് തോന്നും ആ വ്യക്തിക്ക് ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ട് എന്ന്, പക്ഷെ ആ വ്യക്തി ഒരിക്കൽ പോലും നിങ്ങളെ കാണാനോ സംസാരിക്കാനോ ഒന്നും പ്ലാൻസ് ഒന്നും ഇനിഷ്യേറ്റ് ചെയ്യുന്നില്ലല്ലോ എന്ന് നിങ്ങൾക്ക് സദാ തോന്നിക്കൊണ്ടേയിരിക്കും. ഒരു ഹോട്ട് ആൻഡ് കോൾഡ് ബിഹേവിയർ ആയിരിക്കും കാണിച്ചുകൊണ്ടേയിരിക്കുന്നത്. എന്തിനും ഏതിനും ഒരുപാട് എക്സ്ക്യൂസസ് ആണ്. അതായത് നിങ്ങളെ ഒഴിവാക്കി നിർത്താനുള്ള എക്സ്ക്യൂസസ് വളരെ കൂടുതലാണ്. ഇങ്ങനെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ അത് ബ്രെഡ് ക്രംബിംഗ് രീതിയാണ്. അതായത് അവര് മറ്റു ഓപ്ഷൻസിന് കൂടി അവൈലബിൾ ആണ് എന്നാണ് അത് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബ്രെഡ് ക്രംബിംഗ് രീതികൾ, അതായത് പലപ്പോഴും ഒരു ബ്രെഡിന്റെ കഷ്ണം പറഞ്ഞു തരുന്നത് പോലെ ഇൻട്രസ്റ്റഡ് ആണെന്ന് കാണിക്കും. പിന്നെ കുറെ നാളിലേക്ക് അവരുടെ ഒരു കമ്മ്യൂണിക്കേഷനും നമുക്ക് ഉണ്ടാവില്ല. ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആയിരിക്കും, ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്തോ എവിടെയോ ഒരു കുഴപ്പമുണ്ടല്ലോ, ശരിയായിട്ടല്ലോ പോകുന്നതെന്ന്. എന്നിട്ടും നിങ്ങളുടെ പ്രതീക്ഷകൾക്ക് ആക്കം കൂട്ടുന്ന രീതിയിൽ നിങ്ങളോട് ഇഷ്ടമാണ്, സ്നേഹമാണ് എന്നൊക്കെ കാണിക്കാൻ ഇടയ്ക്കും മുറയ്ക്കുമൊക്കെ ചില മെസ്സേജുകൾ ഇട്ടുന്നിരിക്കും. അപ്പോ ഇത്തരത്തില് നിങ്ങളുടെ പ്രതീക്ഷകൾ വളച്ചൊടിക്കുന്ന തരത്തിലുള്ള പ്രണയക്കുരുക്കിൽ ചെന്ന് പെടാതിരിക്കുക. ബ്രെഡ് ക്രംബിംഗ് അല്ല യഥാർത്ഥ റിലേഷൻഷിപ്പ് എന്നുള്ളത് മനസ്സിലാക്കുക. മിനിമൽ എഫേർട്ട് അല്ല, മാക്സിമം എഫേർട്ട് വേണം. ഒരു ബന്ധം എന്ന് പറയുന്നത് ഒരു പാർട്ട്ണർഷിപ്പാണ്. നിങ്ങൾ ഇടേണ്ടത് നിങ്ങളുടെ 50% മാത്രമാണ്. മറ്റേയാള് ആ ആളുടെ 50% തന്നു തന്നെ വേണം ആ ബന്ധത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ. സദാ നിങ്ങൾ 100% ഇടുകയും ആൾ അവൈലബിൾ ആകുമ്പോൾ മാത്രം ആ ഒരു 0% നിന്നിട്ട് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ നോക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു ബന്ധത്തിന്റെ സൂചനയല്ല.